Dear friends, welcome to English Easy English. Today we are going to discuss different ways of asking how are you. അതായത് how are you എന്ന് ചോദിക്കുന്നതിന് പകരം പല പല രീതികളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്കറിയാം, നമ്മളെ സാറുമാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? ഒരാളെ കണ്ടാൽ how are you എന്ന് ചോദിക്കുക. അവരാണ് how are you എന്ന് ചോദിക്കണമെങ്കിൽ ഉടൻ തന്നെ ഫൈൻ തിരിച്ചു ചോദിക്കുക how are you. അവരത് പറയുമ്പോഴത്തേക്കും താങ്ക് യു എന്ന് പറയുക. ഇങ്ങനത്തെ ഒരുപാട് ഫോർമാലിറ്റി അനുസരിച്ചാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായത്. ആ ഫോർമാലിറ്റി ഒന്നും വേണ്ട. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. ഹൗ ആർ യു, ഹൗ ഡു യു ഡു. ഇത് രണ്ടാണ് പണ്ട് നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ളത്. ഇതിന് പകരം ഒരുപാട് രീതികളുണ്ട്. അതിൽ കുറച്ച് നമുക്കിവിടെ പരിചയപ്പെടാം. അതിൽ ഒന്ന് രണ്ടെണ്ണം പഠിച്ചു വയ്ക്കുക, ആൾക്കാരെ കാണുമ്പോൾ ചോദിക്കുക. ഓക്കെ, നമുക്കതിലേക്ക് പോകാം. ഹൗ ഈസ് ഇറ്റ് ഗോയിങ്? എങ്ങനെയൊക്കെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു ആണ് ഹൗ ഈസ് ഇറ്റ് ഗോയിങ്. നെക്സ്റ്റ്, വാട്സപ്പ്, എന്തൊക്കെ വിശേഷങ്ങൾ. വാട്ട് ഈസ് അപ്പാണ്, അതിനൊന്ന് ഷോർട്ട് ചെയ്താണ് വാട്സപ്പ്. അങ്ങനെ ചോദിക്കുന്നതാണ് സ്റ്റൈൽ. അങ്ങനെ അങ്ങ് ചോദിച്ച് ശീലിക്കുക. അതിനകത്ത് വലിയ കാര്യങ്ങളുണ്ട്. വാട്സപ്പ് നമ്മൾ പറയുന്നില്ല. നെക്സ്റ്റ്, വാട്ട് ഈസ് ഗോയിങ് ഓൺ, എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ അർത്ഥം നോക്കരുത്. ഇതെല്ലാം ഇതിന് പകരം ഉപയോഗിക്കുന്നതാണ്. അത്രമാത്രം മനസ്സിലാക്കുക. ഹൗ ഈസ് ഇറ്റ് ഫീലിംഗ്, എങ്ങനെ ഫീൽ ചെയ്യുന്നു. ഇതും മീൻ ചെയ്യുന്നത് ഹൗ ആർ യു എന്നാണ്. അത് അവരങ്ങ് അർത്ഥം മനസ്സിലായിക്കൊള്ളും. നെക്സ്റ്റ്, ഹൗ ആർ തിങ്സ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ. ലോങ് ടൈം നോ സീ, ഒരുപാട് കാലമായി കണ്ടിട്ട് എന്ന് കൂട്ടുകാരെ കാണുമ്പോൾ പറയുന്നത് ലോങ് ടൈം നോ സീ. നെക്സ്റ്റ്, വാട്ട് ഈസ് ഹാപ്പനിങ്, എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരാളെ കാണുമ്പോൾ ചോദിക്കുന്നു. ഹൗ ഈസ് എവരിതിങ്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ. നെക്സ്റ്റ്, വാട്ട് യു സേ, എന്ത് പറയുന്നു. വാട്ട് ഡു യു സേ എന്ന് ചോദിച്ചാലും തെറ്റില്ല. ഈ ഡൂവും ഡിറ്റും ഒക്കെയാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് സെൻറ്റൻസുകൾ കുറച്ച് പഠിച്ച് അതങ്ങ് ചോദിക്കുക. വാട്ട് യു സേ, എന്ത് പറയുന്നു. വാട്ട് ഈസ് ന്യൂ, എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ. ഇങ്ങനെ ഒരുപാട് രീതികൾ നമുക്കിത് ചോദിക്കാം. അതിന് മടിയൊന്നും വിചാരിക്കണ്ട. നമ്മളെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഇതങ്ങ് ചോദിക്കുക. അവർ ആൻസർ ചെയ്താലും ഇല്ലെങ്കിലും സ്ഥിരം ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ചോദിക്കാനുള്ള മടി മാറിക്കിട്ടും. വേറൊരു വഴി, നമ്മൾ തന്നെ ചോദ്യം ചോദിക്കുക, നമ്മൾ തന്നെ ഉത്തരവും പറയുക. അപ്പോൾ അവർ ചോദിക്കുക എന്താ അങ്ങനെ പറഞ്ഞു. അല്ല, ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ എന്നങ്ങ് പറയുക. അങ്ങനെ പയ്യെ ഇംഗ്ലീഷ് ചോദിക്കാനുള്ള നമ്മുടെ അറപ്പ് മാറ്റി പതുക്കെ ഈ ലാംഗ്വേജിനെ മുകളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നമ്മളെ ലാംഗ്വേജ് മാറ്റിയെടുക്കുക. പക്ഷേ ഇത് ഇത്രയും പഠിച്ചുകൊണ്ടായില്ല. ഇനി ഒരാൾ തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഉത്തരം പറയണം. അതിന് കുറച്ച് ഉത്തരം കൂടെ പഠിക്കാം. അതാണ് അടുത്തത്. നമുക്കെല്ലാം ഉത്തരം പഠിക്കാം. ഓക്കെ, ഈ സൈഡിലുള്ള കുറേ ഹൗ ആർ യു ഞാൻ അയച്ചു കളഞ്ഞു. പകരം അവിടെ കുറേ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് നോക്കാം. ഓക്കെ, ഫൈൻ, ബെറ്റർ, ഇങ്ങനെയൊക്കെയാണ്. ഒരാൾ ചോദിക്കുകയാണ് ഹൗ ഈസ് ഇറ്റ് ഗോയിങ്. ഓക്കെ, ഫൈൻ, ബെറ്റർ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ ഐ ആം അലൈവ്, അതായത് ഞാനിവിടെ ഉണ്ടേ എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നല്ല, ഞാനിവിടെ ഉണ്ട്. നോട്ട് സോ ബാഡ്, ഒട്ടും മോശമല്ല, അങ്ങനെ പോകുന്നു. യെസ്, ആൾ റൈറ്റ്, യെസ്, ഫൈൻ. നെക്സ്റ്റ്, ഐ ആം ഓക്കെ, അല്ലെങ്കിൽ പ്രറ്റി ഗുഡ്, നല്ലവണ്ണം പോകുന്നു. ഐ ആം വെൽ, ഒരു പ്രശ്നവുമില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. നോട്ട് ടു ബാഡ്, ഒട്ടും മോശമല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഐ കാൺ കംപ്ലൈൻ ടു മച്ച്, വലുതായിട്ട് പ്രശ്നങ്ങളൊന്നും പറയാനില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. ഇങ്ങനെ എന്ത് വേണോ പറയാം ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, if you like this, please subscribe and support me. This is Srikumar signing off until meet again.